ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു കുട്ടി ഗെറ്റ് റെഡി കണ്ടാലോ. ഇന്ന് ഈ ഒരു ഗെറ്റ് റെഡി വിത്ത് മീയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് സാരിയാണ് എടുക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ സാരി എടുത്തിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആദ്യമായിട്ടായിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ബ്ലൗസൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ബ്ലൗസ് മാച്ചാവുന്നില്ല, വീട്ടിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആദ്യ ബ്ലൗസ് എനിക്ക് മാച്ചാവുന്നില്ല. അപ്പോൾ ഞാൻ കരുതി എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ടോപ്പ് ഉണ്ടായിരുന്നു, ജീൻസിൻ്റെ ഒരു ഷോർട്ട് ടോപ്പാണ്. അപ്പോൾ ആ ഒരു സാരിക്ക് ഈ ഒരു ടോപ്പ് നന്നായി മാച്ചാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ സാരി എടുക്കാമെന്നും കൂടിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫസ്റ്റായിട്ടൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡവിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. എല്ലാ സ്കിൻ ടോണുകാർക്കും നന്നായി മാച്ചാവും കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ യൂസ് ആക്കണതും ഇത് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആവും കേട്ടോ ഫേസൊക്കെ. പിന്നെ നമുക്ക് സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യണത്. സൺബാൻ്റെ സൺസ്ക്രീനാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഞാൻ അപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നൊരു സൺസ്ക്രീനാണിത്. എൻ്റെ സ്കിൻ ടോണിന് നന്നായിട്ട് തന്നെ മാച്ച് ആവണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡാർക്സ്ലറിൻ്റെ ഫൗണ്ടേഷനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും എൻ്റെ സ്കിൻ ഷെയ്ഡിന് മാച്ച് ആവുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പൗഡർ എപ്പോഴും എന്ത് മേക്കപ്പ് ചെയ്താലും ലാസ്റ്റ് ഒരു പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയ പോലെ തോന്നും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഐലൈനറും കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അതും കൂടി ആയപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റൊക്കെ മേക്കപ്പ് കഴിഞ്ഞു. പിന്നെ ലിപ്സ്റ്റിക്ക്, ഈ ഒരു ലിപ്സ്റ്റിക്ക് അടിപൊളിയാണ് ഷെയ്ഡ് കേട്ടോ. ഇത് സ്റ്റുഡിയോന്ന് വാങ്ങിയൊരു ലിപ്സ്റ്റിക്കാണ്. നല്ല അടിപൊളി ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും ചേരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ബ്രൗൺ അല്ലെങ്കിൽ ഒരു പിങ്ക് അങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കളറാണ്. അതേപോലെ നല്ല ലോങ് ലാസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ തുടയ്ക്കാതെ അല്ലെങ്കിൽ നമ്മൾ കഴുകിക്കളയാതെ ആ ഒരു ലിപ്സ്റ്റിക്ക് പോവില്ല കേട്ടോ. കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ലിപ്സ്റ്റിക്ക് കൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ബ്ലഷ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ തന്നെ ഫേസ് ഭയങ്കര ഒരു ഗ്ലോയിങ് ആയി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഞാൻ ആ ബ്ലൗസിന് മാച്ചായിട്ടുള്ള ഒരു ബ്ലാക്ക് സാരിയാണ് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് എടുത്തു കേട്ടോ. പക്ഷേ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്ലാക്ക് സാരി വൈറ്റ് ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുല്ലപ്പൂ സീസൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് മുല്ലപ്പൂവും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എന്തോ ഒരു കുറവ് തോന്നിയിട്ടോ. അപ്പോൾ ഒരു പൊട്ടും കൂടി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. ഈ ഒരു ടോപ്പിന് ഈ ഒരു സാരി മാച്ച് ആയിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ട്രൈ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.